പുതിയ ചൈനീസ് വൈറസ് സോഷ്യൽ മീഡിയയിൽ വലിയ ഇഷ്യൂ ആയിട്ട് മാറിയേക്കാണ്. ഭയങ്കരമായിട്ടത് വൈറലായി മാറി. അതായത് ചൈനീസ് വൈറസ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിലെ പല മീഡിയ ഇതെടുത്ത് അലക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ മീഡിയ ഇതിനെപ്പറ്റി വലിയ വാർത്തകളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഞാൻ പല കമൻറ്റുകൾ വന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഇതൊരു അടിസ്ഥാനരഹിതമായ പുതിയ ചൈനീസ് വൈറസ് എന്ന് പറയുന്ന ഒരു കപടത മാത്രമാണ് ഈ സംഭവം. ഇതിനകത്തുണ്ടായ സംഭവം എന്ന് പറയുന്നതിനെപ്പറ്റി ഗ്ലോബലായിട്ടുള്ള മെഡിക്കൽ എക്സ്പേർട്ടുകൾ, ഗ്ലോബലായിട്ടുള്ള മറ്റുള്ള ചാനലുകൾ, മീഡിയ ഒക്കെ പറയുന്നത് ചൈനയുടെ നോർത്തേൺ പ്രൊവിൻസിൽ ഈ കാലാവസ്ഥ, അതായത് തണുപ്പ് സമയത്ത് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ന്യൂമോണിയ, ഒരു പ്രത്യേക തരം ന്യൂമോണിയ മാത്രമാണിത്. 2 ദിവസം കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ മരുന്നൊക്കെ കഴിക്കുക, അല്ലെ കഴിച്ചില്ലെങ്കിൽ പോലും ഇത് ഭേദമാകുന്നുണ്ട്. ഇതാണ് ഇതിനെപ്പറ്റി പല ഇൻ്റർനാഷണൽ ചാനലുകളും അതേപോലെ തന്നെ ചൈനീസ് മീഡിയയും ഗ്ലോബൽ മീഡിയയും മെഡിക്കൽ എക്സ്പേർട്ടുകളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, മരുന്ന് പോലും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഹ്യൂമൻ ടു ഹ്യൂമൻ പകരുമെന്ന് പറയുന്നത് തെറ്റാണ്. ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഇൻ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ എക്സ്പേർട്ടുകൾ പലതും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു വൈറസ് ഒന്നുമല്ല, ഒരു പ്രത്യേക HMPV എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ന്യൂമോണിയ മാത്രമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുമയുണ്ടാകാം, ഈ ശ്വാസത്തിന് ചില പ്രശ്നങ്ങൾ, കൂടുതലും കുട്ടികളിലാണ് ഇതുണ്ടാകുന്നത്. പിന്നെ അവിടെ ചൈനീസ് ആൾക്കാർ പെട്ടെന്ന് ഇത് ഭയക്കുന്നതിൻ്റെ കാര്യം, ഈ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വളരെ കാലം മുഴുവൻ അടച്ചിട്ടേക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ മരണമുണ്ടായി, ചൈനീസ് ഗവൺമെൻറ് പറയുന്നില്ലെങ്കിൽ അത് ചൈനയിലാണ് ഉണ്ടായത്. അപ്പം അതിൻ്റെ ഭയത്തിലാണ് ആൾക്കാർ പെട്ടെന്ന് ആശുപത്രിയിലോട്ട് പോകുന്നത്. ചുമയും അതായത് തലവേദനയും അതേപോലെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും. ഇതൊരു മൃഗത്തിൻ്റെ ഇതിൽ നിന്നും ഉണ്ടായതാണ് ഈ ന്യൂമോണിയ എന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ള പോസിബിൾ ചാൻസുകളാണുള്ളത്. അല്ലാതെ പബ്ലിക് ടു പബ്ലിക്, അത് മനുഷ്യൻ ടു മനുഷ്യൻ ഇത് പകരുന്നതിന് വളരെ സാധ്യതകൾ വളരെ കുറവാണ്. നമ്മൾ ഈ ചില സന്ദർഭങ്ങളൊക്കെ മഴയുള്ള സമയത്തൊക്കെ ഈ കേരളത്തിൽ പെട്ടെന്ന് ഈ വെതറൊക്കെ മാറിക്കഴിയുമ്പം വെതർ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നൊരു പനി ഉണ്ടാവത്തില്ല കൂട്ടത്തോടെ ആൾക്കാർക്ക്. അവിടെ പനി, ഇവിടെ പനി, ചുമണം. അപ്പം അതും അങ്ങനെ ഒരു സംഭവമായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ പോലും മരിച്ചു എന്ന് ആരും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വളരെ സേഫായിട്ടുള്ള സംഭവമാണ്. ഇതിനകത്ത് ഭയക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ട്രെൻഡായി മാറി, ഒരു ഗ്ലോബൽ വൈറലായി മതി പുതിയ ചൈനീസ് വൈറസ് എന്നൊക്കെ പറഞ്ഞു. കാരണം പെട്ടെന്ന് ആൾക്കാർക്ക് ഭയക്കും. കൊറോണയാണ്, ആ പാൻഡമിക് ടൈമിനെ ഓർത്ത് വലിയ ഭയം ഉണ്ടായി. അതേപോലെ ചൈനയിൽ ആൾക്കാർ പെട്ടെന്ന് ആശുപത്രികളിലൊക്കെ പോകുന്നൊരു സത്യമാണ് ഈ സംഭവമൊക്കെ. കാരണം അവരുടെ ഉള്ളിൽ ഭയങ്കര ഭയമാണ് എന്താണ് കൊറോണ സമയത്തുണ്ടായത് എന്നല്ലാതെ 1% പോലും ഭയക്കേണ്ട ഒരു സംഭവമേ അല്ല ഇത്. അതിന് ഞാൻ യുണൈറ്റഡ് നേഷൻ പഴയ കൊറോണ സമയത്ത് പറഞ്ഞ പോലല്ല, ഗ്ലോബലായിട്ടുള്ള BBC-യും CNN-ഉം അതേപോലെ ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പർ, അതിനകത്ത് അവിടെ ഇവരുടെ തന്നെ അറിയപ്പെടുന്ന മെഡിക്കൽ എക്സ്പേർട്ടുകൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ സംഭവം. പിന്നെ മറ്റുള്ള മെഡിക്കൽ ബുള്ളറ്റിനും മെഡിക്കൽ എക്സ്പേർട്ടുകൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് സീസണലി വരുന്നൊരു ഫ്ലൂ എന്ന് മാത്രമേ ഇതിനെ കരുതാൻ പറ്റൂ, അല്ലാതെ ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് തോന്നുന്നു ഫർദർ ഒന്നും ഈ വീഡിയോ പറ്റി പറയേണ്ട ആവശ്യം. കാരണം പല ആൾക്കാരും അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടു. കാരണം അറിയാവുന്ന സംഭവം തന്നെയാണ്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം പെട്ടെന്ന് ഈ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നാണിത് കൊറോണ എന്ന് പറയുന്ന സംഭവം ലോകം മുഴുവനും പോയതാണ്. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്നാണ്, വളരെ ഏകദേശം വലിയ സമയമൊന്നും എടുക്കുക, ഗ്ലോബലായിട്ട് അങ്ങ് ട്രാവൽ ചെയ്ത് എല്ലാവർക്കും അതൊക്കെ പിടിപെടുക. അപ്പം അതിൻ്റെ ഭയത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ പുതിയ ചൈനീസ് HMPV എന്ന് പറഞ്ഞ ഈ സംഭവം. പെട്ടെന്ന് ആൾക്കാർ ഭയന്നു പോയി. വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതിനകത്ത് ഭയക്കേണ്ട ആവശ്യമില്ല.
ഇതിനകത്ത് ട്രാവൽ ബാൻ അങ്ങനെയുള്ള യാതൊരു മുൻകരുതലും എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സീസണൽ ഫ്ലൂ എന്ന് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഇതിൻ്റെ അത് യാതൊരു പ്രശ്നവുമില്ല. അപ്പം അത് തന്നെയാണ് ചൈനയിൽ സംഭവിക്കുന്നത്. ചില ആൾക്കാർ, കൂടുതൽ ആൾക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ട്. നോർമലായിട്ടുള്ള മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ഇത് പൂർണ്ണമായിട്ടും കുട്ടികളിലാണത്. കാരണം അവരുടെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണല്ലോ. അപ്പം അവരിലാണിത് പെട്ടെന്ന് ഇതുണ്ടാകുന്നത്. അവരിലാണ് ഈ കഫും ഈ റെസ്പിറേറ്ററി, അതായത് ശ്വസിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ ഇതിൻ്റെ അത് യാതൊന്നുമില്ല. കാരണം ഫർദറായിട്ട് ഇതിനെപ്പറ്റി ഞാനിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് പറയാം, ഇത് പൂർണ്ണമായിട്ടും ഭയക്കേണ്ട ഒരാവശ്യമില്ലാത്ത ഒരു സീസണൽ ഫ്ലൂ മാത്രമാണ് ചൈനയിൽ സംഭവിക്കുന്നത്. അത് വെസ്റ്റേൺ പ്രൊവിൻസിൽ മാത്രമാണ്, അത് മറ്റുള്ളയിടത്ത് വ്യാപിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദറായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയുവാനില്ല.